ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലെങ്കിൽ അവൾ നേടിയെടുക്കുന്ന ഒരുപാട് സൽഗുണങ്ങളുണ്ട്. സ്നേഹം, കരുണ, ആർദ്രത, ദയ, സഹാനുഭൂതി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നന്മകൾ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് പാടില്ലാത്ത ദുർഗുണങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽ ചില ദുർഗുണങ്ങൾ, അതിലേറ്റവും പ്രധാനമായും നാം ഒഴിവാക്കേണ്ടുന്ന ദുസ്വഭാവങ്ങളിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അയൽപ്പക്കത്ത് പോലും വരാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള ഒരു ദുർഗുണമാണ് അഹങ്കരിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും പാടില്ലാത്ത ഒന്നാണ്. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഖുതുബകൾ നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ സൂറത്തുൽ ലുഖ്മാനിൽ ഒരു ആയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിപ്രകാരമാണ്: വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മോനോട് വാപ്പ പറഞ്ഞു കൊടുക്കണം, നീ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിളിനെ തിരിച്ചു കളയരുത്, ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിബറാണ് എന്നാണ്. കിബർ കാട്ടി നീ നടക്കരുത് എന്നാണ്. സ്വന്തം മക്കളുടെ മനസ്സിൽ ചെറുപ്പത്തിലേ കുത്തിവെക്കേണ്ടുന്ന ഒരു ഉപദേശമാണത്. മോനെ, ഒരിക്കലും നീ കിബറുള്ളവനാകരുത്, അതായത് അഹങ്കാരിയായി ജനങ്ങളിൽ നിന്ന് നിന്റെ മുഖത്തെ തിരിച്ചു കളയുന്നവനാകരുത് എന്ന്. കാരണം അത് വലിയ അപകടമാണ്. അംറാദുൽ ഖുലൂബിൽ, ഹൃദയ രോഗങ്ങളിൽപ്പെട്ടതാണ് നിഫാഖ്, ഹസദ് എന്നിവ പോലെ ഒരു വലിയ രോഗമാണത്. ഏത്? കിബർ എന്ന് പറയുന്നത്. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പദമാണത്. അഹങ്കാരം, അഹന്ത, അഹംഭാവം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ശരിക്കും അഹങ്കാരം എന്ന് പറഞ്ഞാൽ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശദീകരിച്ചു. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 91-ാമത്തെ നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ കിബർ, കിബർ എന്ന് പറഞ്ഞാൽ ബതറുൽ ഹഖി വഗംതുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ ഹഖിനെ ധിക്കരിക്കലും യഥാർത്ഥത്തെ ധിക്കരിക്കലും മനുഷ്യരോടുള്ള അവഗണനയുമാണ്, അഥവാ മനുഷ്യരെ നിന്ദിക്കലുമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരിക്കൽ ഒരാൾ തന്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇടത്തെ കൈ കൊണ്ട് തിന്നുന്നത്, ഇടത്തെ കൈ കൊണ്ട് തിന്നരുത്, ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത് എന്ന് പിന്നെയും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാം. എന്നാൽ ഒരിക്കൽ ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്നുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ ഉപദേശിച്ചു, അരുത്, അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പാടില്ല, കുടിക്കേണ്ടതും തിന്നേണ്ടതും വലത്തെ കൈ കൊണ്ടാണ്. അത് മുസ്ലിമിന്റെ മുന്നിൽ വെച്ചായെങ്കിലും അമുസ്ലിമിന്റെ മുന്നിൽ വെച്ചായാലും, അതേതെങ്കിലും വലിയ ബൊഫേ സംവിധാനങ്ങളിലുള്ള വലിയ ആഠിത്വങ്ങൾ കാണിക്കുന്ന, പ്രതാപങ്ങൾ കാണിക്കുന്ന കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും, ഇത് ഉൾക്കൊണ്ടവനാണെങ്കിലും ഉൾക്കൊള്ളാത്തവനാണെങ്കിലും, ഏതവന്റെ മുന്നിൽ വെച്ചായാലും വലത് കൈ കൊണ്ടേ തിന്നാവൂ, വലത് കൈ കൊണ്ടേ കുടിക്കാവൂ, താങ്ങരുത്, സപ്പോർട്ട് ചെയ്യരുത്, വലത് കൈ കൊണ്ട് മാത്രം. അങ്ങനെ ദീനി പഠിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉപദേശിച്ചു. അയാൾ ഒറ്റ വാക്ക്, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. നബിയോട് അയാൾ തിരിച്ചു പറയണം, എനിക്ക് കഴിയില്ല, സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ഇനി അങ്ങനെ സാധിക്കാതിരിക്കട്ടെ, നിനക്ക് സാധ്യമല്ല, നിനക്ക് സാധിക്കാതിരിക്കട്ടെ. അഹങ്കാരമാണ് എനിക്കങ്ങനെ വലത് കൈ കൊണ്ട് കുടിക്കാൻ കഴിയില്ല, ഇടത്തെ കൈ കൊണ്ട് ഞാൻ കുടിക്കൂ എന്ന് പറയാൻ അവനെ പ്രേരിപ്പിച്ചത് അഹങ്കാരമാണ് എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് അതിന്റെ റിപ്പോർട്ടർ പറയണം, റാവി പറയുന്നു, പിന്നീട് ഇപ്പറഞ്ഞ വ്യക്തിയുടെ കൈ, അവന്റെ കൈ ഒരിക്കലും വായിലേക്ക് ഉയർന്നിട്ടില്ല. ഏത് കൈ? അവന്റെ വലത് കൈ. കാരണം എന്താ? അവൻ അഹങ്കാരത്തോട് പറഞ്ഞു, എനിക്കതിന് സാധ്യമല്ല. അപ്പൊ നബി പറഞ്ഞു, നിനക്കിനി അത് സാധിക്കാതിരിക്കട്ടെ. പിന്നീട് ഒരിക്കലും അയാളുടെ കൈ വായിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് ഹദീസ് വിവരിക്കുന്നിടത്ത് ഈ മഹാനായ ഈ ഹദീസിന്റെ റിപ്പോർട്ടർ വിശദീകരിക്കണം. സുബ്ഹാനക അലീം. അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ദുരവസ്ഥ അത് വലുതാണ്. വലുതാണെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, ആഖിറത്തിലും അഹങ്കാരിക്ക് നാശമാണ്.